എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലുവീട് ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സ്വാതി വെള്ളത്തിൽ കിടന്ന് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വാതിക്കാണെങ്കിൽ ഒരു ബോധമൊന്നും ഇല്ലാത്ത അവരവസ്ഥയിലാ സ്വാതി. ചുമ്മാ കിടന്ന് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുക. തലയ്ക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അതുപോലത്തെ ഒരു ഗുളിക കണ്ടാണല്ലോ ഇന്ദ്രൻ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇന്ദ്രൻ പറഞ്ഞ സ്വാതി നീ അവിടെ നിൽക്കാതെ കുറച്ചുകൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോ, എന്നാലാണ് ശരിക്കും ഡാൻസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയാണ്. സ്വാതി അങ്ങനെ ഇറങ്ങി ഇറങ്ങി കുറച്ചതും കൂടെ ആ ദൂരത്തേക്ക് അങ്ങോട്ട് പോയി. അപ്പോഴേക്കും നേഹ അങ്ങോട്ടേക്ക് ഇറങ്ങി ചെന്നു. നേഹയോട് ഇന്ദ്രൻ പറഞ്ഞ് ഡാൻസ് കളിക്കാൻ പറയാണ് അവളുടെ കൂടെ ചേർന്നിട്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ ഡാൻസ് കളിച്ചോണ്ടിരിക്കുക. ഈ സമയത്ത് പെട്ടെന്ന് സ്വാതിക്ക് അടിതെറ്റി സ്വാതി ആ വെള്ളത്തിലേക്ക് വീഴുവാണ്. വെള്ളത്തിലേക്ക് വീണ് കഴിഞ്ഞപ്പോഴത്തേന് നേഹ പിടിച്ചെഴുന്നേപ്പിക്കാൻ നോക്കി. പക്ഷെ സ്വാതിനെ എഴുന്നേപ്പിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ വെള്ളത്തിലേക്ക് സ്വാതി വെള്ളമൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് കുടിക്കുന്നുണ്ട്. കടൽത്തിരി ഇങ്ങനെ അടിച്ചു വരുന്നതിനനുസരിച്ച് സ്വാതി വെള്ളം കുടിച്ചോണ്ടിരിക്കുക. ആ സമയത്ത് ഇന്ദ്രന്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് നേഹ പറഞ്ഞു, സ്വാതി വെള്ളത്തിൽ വീണ് കിടക്കുക, രക്ഷിക്കാൻ പറയാണ്. എന്തിന്? ഇവളെ പോലെ ഉള്ളവളെയൊക്കെ രക്ഷിച്ചിട്ട് എന്ത് ചെയ്യാനാ, അവളൊക്കെ പോയി ചാവട്ടെ എന്ന് പറയണം. നേഹ പറഞ്ഞു പ്രശ്നമാവില്ലേ അവളെ രക്ഷിച്ചില്ലെങ്കിലെന്ന് ചോദിക്കണം. ഒരു കുഴപ്പമില്ല, ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല, നീ ധൈര്യമായിട്ടിരിക്കുക, എന്ത് സംഭവിക്കാനാ, നമുക്ക് എന്താ പറ്റണെന്ന് ചോദിക്കാം. ആ സമയം സ്വാതി വെള്ളത്തിൽ കിടന്ന് പ്ലീസ് ഹെൽപ്പ് മീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടന്ന് അലമുറയിട്ട് കരയുന്നുണ്ട്. പക്ഷെ ആരും അങ്ങോട്ടേക്ക് ചെന്നു പോലുമില്ല. സ്വാതി വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുവാണ്. അപ്പോഴേക്കുമാണ് ഇന്ദ്രനായിട്ട് ഒരു ചവിട്ട് കിട്ടുന്നത്. ഇന്ദ്രൻ നോയിക്കഴിഞ്ഞപ്പോഴത്തേന് സേതു പറന്നിങ്ങോട്ട് വന്ന് ഇന്ദ്രനെ എടുത്തിട്ട് പഞ്ഞിക്കിടുവാണ്. അപ്പോഴേക്കും ഇന്ദ്രനെങ്കിലും ഒരു നിമിഷം നോക്കി, എടാ നീ എന്റെ പെങ്ങളെ ഉപദ്രവിക്കും അല്ലേടാന്ന് ചോദിച്ചോണ്ടാണ് സേതു. എടാ ഇവിടെ കിടന്ന് അലമുറ ഇടാതെ നിന്റെ പെങ്ങളെ പോയി രക്ഷിക്കാൻ പറയണം. ആ സമയം പല്ലവി വെള്ളത്തിലേക്ക് ഓടി ഇറങ്ങിപ്പോയി. പിന്നീട് അവളെ പിടിച്ചെഴുന്നേപ്പിക്കുവാണ് സ്വാതിനെ. ഈ സമയം സ്വാതി പറഞ്ഞു, നിങ്ങളൊക്കെ ആരാ എന്നെ വിടാനൊക്കെ പറയണം. അപ്പോഴേക്കും നേഹയും കൂടെ അങ്ങോട്ട് ഓടി വന്നു. നേഹനെ കണ്ട് സേതു പറഞ്ഞു, നീ ഏതാടി കടന്നു പോടി എന്റെ മുന്നിൽ എന്ന് പറയണം. അങ്ങനെ അവളെ അവിടെ നിന്ന് അടിച്ചു ഓടിക്കോടെ. പിന്നീട് സേതുവും കൂടെ അങ്ങോട്ട് ചെന്നിട്ട് സ്വാതിനെ പിടിച്ചെഴുന്നേപ്പിച്ച് കൊണ്ടുവരാൻ നോക്കുമ്പോൾ തന്നെ സ്വാതി പറഞ്ഞു, എന്നെ വിട, എന്നെ ആരും തൊടുക പോലും ചെയ്യണ്ട, എനിക്ക് ഡാൻസ് ചെയ്യണമെന്ന് പറയണം എന്നും പറഞ്ഞിട്ട് അവള് പിന്നെ കിടന്ന് ഡാൻസ് ചെയ്യുവാണ്. സേതുവിനെ പല്ലുവിനെ കണ്ടിട്ട് പോലും മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് സേതു പല്ലു പേടിച്ചു, ഇതെന്താ ഇങ്ങനെ, ഇവൾക്ക് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കണം. അത് പിന്നെ സേതു കേട്ടാ അത്രയും മാരകമായ എന്തോ ഒരു ഗുളിയാണ് ഇന്ദ്രൻ കൊടുത്തിരിക്കണേന്ന് തോന്നുന്നത്. എത്രയും പെട്ടെന്ന് ഇവളെ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയില്ലെങ്കിൽ ഇവളുടെ നില അപകടമാണ്, നമുക്ക് കൊണ്ടുപോവാന്ന് പറയണം. കേട്ട പാതി കേൾക്കാത്ത പാതി അവളെ കയ്യെ പിടിച്ച് കൊണ്ടുപോകാൻ നോക്കിയപ്പോഴത്തേനും അവള് കൈ കുതിരിക്കുവാണ്. പെട്ടെന്ന് സേതു എന്ത് ചെയ്തു, അവളെ കോരി അങ്ങോട്ട് എടുത്തിട്ട് കൊണ്ടുപോവാണ്. പിന്നെ നേരെ കൊണ്ടുവന്ന് ഡി അഡിക്ഷൻ സെന്ററിലേക്ക് അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇവരുടെ കൈ കുതിരിച്ചിട്ട് സ്വാതി അങ്ങോട്ടേക്ക് ഓടുവാണ്. അപ്പോഴേക്കും അവിടുത്തെ ഒരു സ്റ്റാഫ് വന്ന് അവിടെ നിന്നു. സ്വാതിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥയായി പോയി. പെട്ടെന്ന് സ്വാതി അവിടെ കിടന്ന് അലറി കരയുവാണ്. സമനില തെറ്റി ആരാ എന്താ ഏതാന്ന് പോലും, കാരണം സേതുവാണ് പല്ലവിയാണ് നിൽക്കണമെന്ന് പോലും സ്വാതിക്ക് മനസ്സിലായില്ല. പെട്ടെന്ന് ഡോക്ടർ അങ്ങോട്ടേക്ക് വന്നു. ഡോക്ടറും നേഴ്സൊക്കെ വന്നിട്ട് അവൾക്ക് ഒരു ഇഞ്ചക്ഷൻ നൽകുകയാണ്, മയങ്ങാനുള്ള ഇഞ്ചക്ഷൻ നൽകുകയാണ്. അങ്ങനെ മയങ്ങി കിടന്നു കഴിയുമ്പോഴത്തേന് നേഴ്സുമാർ അവളെ അകത്തേക്ക് കൊണ്ടുപോകണം. ഈ സമയം പല്ലവിക്ക് സേതുവിന് ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ ഡോക്ടർ വന്നിട്ട് ചോദിച്ചു, എന്തൊക്കെയാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താ ഇതൊരു ഗ്യാങ് ആണോ അതൊരാൾ തനിയാണോ എന്ന് ചോദിക്കണം. ഒരു ഗ്യാങ് ഒന്നുമല്ല, പക്ഷെ ഒരത്തൻ തന്നെയാ, അവനൊരു ഗ്യാങ്ങിനേക്കാളും കൂടുതൽ ബലം ചെയ്യുന്നവനാന്ന് പറയണം. ഇവനെ ഒന്നും വെച്ചോണ്ടിരിക്കില്ല, ഇവനെയൊക്കെ നശിപ്പിച്ച് കളഞ്ഞേക്കണം എന്ന് പറയണം. ഇത് കേട്ട പല്ലി പറഞ്ഞ് നശിപ്പിക്കണം, ഇത്തരക്കാരെയൊക്കെ ഒന്നും ഒരു നിമിഷം പോലും ഭൂമിയിൽ വെച്ചോണ്ടിരിക്കില്ലെന്ന് പറയണം. ഡോക്ടർ പറഞ്ഞു, നിരന്തരം എത്ര കേസുകളാന്ന് ഇങ്ങനെ വരുന്നറിയാം, ഇതിപ്പം ആദ്യമായതുകൊണ്ട് കുഴപ്പമില്ല, കുറച്ച് സ്റ്റേജ് കഴിഞ്ഞു പോയായിരുന്നെങ്കിൽ ഈ കുട്ടീനെ രക്ഷിക്കാൻ പോലും പറ്റില്ലായിരുന്നു, ഇതിപ്പോ തുടക്കമാണെന്ന് തോന്നേ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്ന് പറയണം. ഇത് കേട്ടതും പല്ലവി പറഞ്ഞു, അത് ശരിയാ, ഇതിപ്പോ ഒരാളുടെ കാര്യമല്ല, നിരവധി ആൾക്കാർ ഇന്ന് ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയാണ്. ഇത് കേട്ടതും ഡോക്ടർ പറഞ്ഞു, ഒരുത്തനെയും വെറുതെ വിടല്ല, ഈ എല്ലാത്തിനും കൈയോടുകൂടി നശിപ്പിക്കണമെന്ന് പറയണം. അപ്പോഴേക്കും സേതു പറഞ്ഞു, അതെ നശിപ്പിക്കണം, നശിപ്പിക്കാൻ തന്നെയാണ് പോണേന്ന് പറഞ്ഞുകൊണ്ട് സേതു മുണ്ടും മടക്കി കുത്തി അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം ഇന്ദ്രപ്രസ്ഥത്തില് ഇന്ദ്രൻ ആകെപ്പാ ടെൻഷനില്ല. രാജലക്ഷ്മി അങ്ങോട്ടേക്ക് വന്ന് പറഞ്ഞു, അമ്മേ കത്തി എടുത്തോണ്ട് വരാൻ പറയണം. കത്തിയോ, എന്തിനാണ് മോനെ കത്തി? അമ്മേ ഇവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇല്ലെന്ന് പറഞ്ഞേക്കണം എന്ന് പറയണം. ഇല്ലെന്ന് പറയാനാ, ഇനി നീ ഇവിടെ ഉണ്ടല്ലോ, അമ്മയെ പറയുന്ന നിങ്ങൾ അനുസരിച്ചാൽ മതി. ഇപ്പൊ എന്നെ അന്വേഷിച്ച് ഇവിടെ ആള് വരുമെന്ന് പറയാ, നിന്നെ അന്വേഷിച്ച് ആര് വരാനാടാ, അമ്മയോട് പറയുന്ന കേക്ക്, അമ്മയെ കത്തി ഇങ്ങ് എടുത്തോണ്ട് വരാ അല്ലെങ്കിൽ എന്ന് പറയണ. കത്തി എന്തിനാ, കുത്തി മലർത്താനെന്ന് പറയും. എടാ ആരെ, അതിനിവിടെ ആരും ഇല്ലല്ലോ, അമ്മയെ വരൂന്ന് പറഞ്ഞല്ലോ, ഇപ്പൊ തന്നെ വരും, അമ്മ കണ്ടു, ഒരു 10 മിനിറ്റിനുള്ളിൽ ആളെത്തുമെന്ന് പറയണം. നിനക്കിത് എന്ത് പറ്റി ഇന്ദിരാ, സമനില ഏറ്റിയോ നിനക്ക്? സമനില ഏറ്റി എനിക്കല്ല, അല്ലെങ്കിൽ അമ്മ കണ്ടു. എടാ നീ അതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കി വെച്ചിട്ടുണ്ടോ? കുഴപ്പോ, അതിനിപ്പോ എന്താമേ, ജീവിതം എൻജോയ് ചെയ്യാനുള്ളതല്ലേ, അങ്ങനെ നമ്മൾ പല കുഴപ്പങ്ങളും ചെന്ന് ചാടിയെന്നിരിക്കും, അതിനകത്തിപ്പോ എന്താ ഇരിക്കണേന്ന് ചോദിക്കണം. അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മളൊരു ഗുളിക അങ്ങോട്ട് കൊടുത്താൽ പോരെന്നൊക്കെ ചോദിക്കാം. രാജലക്ഷ്മിക്ക് ഒന്നും മനസ്സിലായില്ല. രാജലക്ഷ്മിനെ അന്തം വിട്ട് നോക്കണം. അപ്പോഴേക്കും പുറത്ത് സേതുവിന്റെ കാറ് വന്ന് നിന്നു. സേതു അങ്ങോട്ട് കയറി വരുവാണ്. പെട്ടെന്ന് ഇന്ദ്രൻ മറിഞ്ഞു നോക്കി, അമ്മേ വന്നമ്മയാവും വന്നെന്ന് പറയണം.
സേതു അങ്ങോട്ട് പാഞ്ഞെടുക്കുവാണ്. പാഞ്ഞെടുത്ത് മുന്നിൽ ഇന്ദ്രന്റെ മുന്നിലേക്ക് വന്നപ്പോഴത്തേനും ഇന്ദ്രൻ ചോദിച്ചു, ആദ്യം എന്താ? ആദ്യം യുദ്ധമാണോ അതോ ഇനിയിപ്പോ സംസാരമാണോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സേതു ഒന്നും മിണ്ടിയില്ല. രാജലക്ഷ്മി ഇങ്ങനെ തടിച്ച് നിൽക്കുകയാണ്. എന്താ സംഭവിച്ചെന്ന് പോലും മനസ്സിലായില്ല. സേതു എന്തിനാ അങ്ങോട്ട് ചെന്നേന്ന് പോലും അറിയില്ല. അപ്പോഴേക്കും ഇന്ദ്രന്റെ അടുത്തേക്ക് സേതു എന്നു. സേതു എന്നിട്ട് അവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് രണ്ടെണ്ണം അങ്ങോട്ട് പൊട്ടിക്കുകയാണ്. അവൻ എന്ത് ചെയ്യുവാണ്? ആ സെറ്റിയിലേക്ക് മറിഞ്ഞു വീഴുക. ആഹാ, അപ്പൊ ആദ്യം നീ കയ്യാങ്കളി തുടങ്ങിയല്ലേന്ന് ചോദിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കൈ നോക്കാന്ന് പറയണം. സേതു അങ്ങോട്ടേക്ക് ചെന്നു. സേതുവിന്റെ കണ്ണൊക്കെ അങ്ങോട്ട് ചുമന്നു. അവനിങ്ങനെ പിടിച്ചെഴുന്നേപ്പിച്ചു. പിന്നെ കഴുത്തിന് കുത്തിയെ പിടിച്ച് ഭിത്തിയിൽ അങ്ങോട്ട് കയറ്റി നിർത്തുവാണ്. ഒരു നിമിഷം രാജലക്ഷ്മി ഇത് കണ്ട് ഞെട്ടിപ്പോയി. കാരണം ഒറ്റ കൈയും കൂടെ സേതു അത്രയും വെയിറ്റുള്ള ഇന്ദ്രനെ അങ്ങനെ പൊക്കി നിർത്തണമെങ്കിൽ ചില്ലറ കാര്യമൊന്നുമില്ല. സേതുവിന് അത്രയ്ക്ക് ദേഷ്യമായിരുന്നു. എന്റെ പെങ്ങളെ നീ ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ? എന്റെ കുടുംബത്തിൽ നീ കയറി കളിക്കുമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഒരു നിമിഷം ഇന്ദ്രൻ ഇങ്ങനെ ഒന്നും പകച്ചുപോയി. ഇന്ദ്രന്റെ ശ്വാസം പോലും കിട്ടാത്ത അവസ്ഥയാകുമ്പോൾ രാജലക്ഷ്മി ഓടി വന്നിട്ട്, എന്റെ മോനെ വിട്, അവനെ വിട്, അവനെ കൊല്ലല്ലെന്നൊക്കെ പറഞ്ഞ് അപേക്ഷിക്കുകയാണ്. പിന്നീട് എടാ വിശ്വം ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറഞ്ഞ് അലറിക്കരയാണ്. അപ്പോഴേക്കും വിശ്വജിത്തും കൂടെ അങ്ങോട്ടേക്ക് വന്നു. എന്താമേ, എടാ നിന്റെ ചേട്ടനെ കൊല്ലാൻ നോക്കുന്നടാ, അതിനിപ്പം ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കാം. എടാ അവനെ രക്ഷിക്ക്, നിന്റെ കൂടപ്പറപ്പല്ലേ. പിന്നെ കൂടപ്പറപ്പ രക്ഷിച്ചു പോലും ചത്തുപോകണ അത്ര സമാധാനമുണ്ട് നാട്ടുകാർക്ക് എന്ന് പറയണം. എടാ നീ ഇങ്ങനൊന്നും പറയല്ലടാ, നീ എന്റെ വയറ്റിൽ തന്നെ പറഞ്ഞാണെന്ന് ചോദിക്കും. പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മയും മോനും ഒറ്റ കൈയല്ലേ, പോയി രക്ഷിക്ക്, എന്നെ കിട്ടത്തില്ല ഇതിനൊന്നും പറഞ്ഞോണ്ട് കളി കണ്ട് നിൽക്കുന്ന പോലെ വിശ്വോടെ നിൽക്കുവാണ്. ഈ സമയം രാജലക്ഷ്മി എന്നിട്ട് സേതുവിന്റെ കാലിലേക്ക് വീഴാൻ തുടങ്ങുകയാണ്. എങ്ങനെയെങ്കിലും എന്നെ മോനെ രക്ഷിക്കണം, അവനെ ഉപദ്രവിക്കരുതെന്ന് പറയണം. അപ്പോഴേക്കും ഇന്ദ്രൻ തിരിഞ്ഞ് സേതുവിന്റെ കഴുത്തിനും പിടിക്കാൻ നോക്കുവാണ്. സേതു വിട്ടുകൊടുക്കോ? ഒരു വിധത്തില് രാജലക്ഷ്മി അവനെ പിടിച്ചു മാറ്റുവാണ്. ഇന്ദ്രൻ നിലത്തേക്കിരുന്നു. ഈ സമയം രാജലക്ഷ്മി പറഞ്ഞു, എടാ എഴുന്നേറ്റ് പോടാന്ന് പറയണം. പിന്നീട് സേതുവിനോട് പറഞ്ഞു, അവനെ ഉപദ്രവിക്കരുതെന്ന് പറയണം. ഇവനെ ഉപദ്രവിക്കല്ല, ഇവന് കൊല്ലുക ചെയ്യണ്ട, ഇവന് ശരിക്കുള്ളതൊന്നും അല്ല, ഇവന് ഭ്രാന്ത, ഇവനെ വല്ല ചെങ്ങലയ്ക്കും കൊണ്ട് ഇടാൻ നോക്കാൻ പറയണം. ഇത് കേട്ടപ്പോ ഇന്ദ്രൻ പറഞ്ഞു, എടാ ഇനിയും ഞാൻ കളിക്കൂന്ന് പറയണം. അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോ ഒന്നുകൂടെ ദേഷ്യം വന്നു സേതുവിന്. സേതു വീണ്ടും ചെന്ന് അവനെ അടിക്കാനായിട്ട് ഇങ്ങ് പിടിച്ച് എഴുന്നേൽപ്പിക്കുമ്പോഴത്തേനും പെട്ടെന്ന് എന്നെ രാജലക്ഷ്മി ഇടയ്ക്കേക്ക് കേട്ട് പറഞ്ഞു, മോനെ ഒന്നും ചെയ്യരുത്, എന്റെ മോനാ, ഒരു പെറ്റമ്മയുടെ കണ്ണീരാ, നീ ഒന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സേതുവിനോട് അപേക്ഷിക്കുക. അവസാനം സേതു പിന്നീട് അവിടുന്ന് തിരിഞ്ഞു പോരുവാണ്. ഈ സമയത്ത് വിശ്വ ഒന്നും മിണ്ടാതെ വിശ്വ അതെല്ലാം നോക്കി കണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഗുണത്തിനും ഇല്ല ദോഷത്തിനും ഇല്ലാത്ത അവസ്ഥയില്. പിന്നീട് പല്ലവി സേതുവും കൂടെ പുറത്ത് സംസാരിക്കുകയാണ്. ഈ സമയത്ത് സേതു പല്ലവിയോട് പറഞ്ഞു, എന്ത് ചെയ്യാനെന്ന് പറ, ഇപ്പം മനസ്സിലായല്ലേ കറിവേപ്പിലയുടെ വില എന്താന്ന്? കറിവേപ്പില പോലെ എന്നെ പൊന്നുമടത്തി നിർത്തി എറിഞ്ഞാണല്ലോ അവര്. ഇപ്പൊ അവര് മനസ്സിലാക്കുന്നുണ്ടായിരിക്കും. ഇത് കേട്ടതും പല്ലവി പറഞ്ഞു, അതൊരു പക്ഷെ പൂർണ്ണാമ്മ മനസ്സിലാക്കുന്നുണ്ടായിരിക്കും. സേതുവേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു പറയണം. ഇത് കേട്ടതും സേതു പറഞ്ഞു, ഇനിയിപ്പൊ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? എത്രയും പെട്ടെന്ന് പല്ലവി നിനക്ക് ഡിവോഴ്സ് മേടിക്കണ ഇന്ദ്രന്റെ പിടിയിൽ നിന്നു. അവനെ പോലൊരു ദുഷ്ടന്റെ പിടിയിൽ നിന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് ഏത് നിമിഷം എന്തോ സംഭവിക്കാന്ന് പറയണം. പല്ലവി പറഞ്ഞു, അതിന് കോടതി കേസ് നടക്കണ്ടേ, എല്ലാം കഴിഞ്ഞ ശേഷം മാത്രമേ ഡിവോഴ്സ് കിട്ടുള്ളൂ എന്ന് ചോദിക്കാം. സേതു പറഞ്ഞു, ഡിവോഴ്സ് വാങ്ങിയില്ലെങ്കിൽ അവൻ അപകടകാരിയാണ്, അവന് സമനിലയിട്ട് നടക്കുന്നവനാ, എപ്പോഴേത് നിമിഷം എന്തു സംഭവിക്കാന്ന് പറയണം. ഇത് കേട്ടതും പല്ലവി പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം സേതുവേട്ടാ, ഞാനതൊക്കെ നോക്കിയാ നിൽക്കുന്നേ. ഈ സമയം സേതു പറഞ്ഞു, എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ഉണ്ടെന്ന് പറയണം. എന്താ സേതുവേട്ടാ? ഇത്രയും പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഇന്ദ്രന്റെ അനിയൻ അവിടെ ഉണ്ടായിരുന്നു, വിശ്വം. പക്ഷേങ്കിൽ അവൻ ചെറുവിരൽ എനിക്കില്ല, അവൻ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. ചേട്ടനെ കൊല്ലുവാണെങ്കിൽ കൊല്ലട്ടെ എന്നുള്ള രീതിയിൽ. ഇത് കേട്ടപ്പോൾ പല്ലവി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമായിരിക്കും എന്ന് പറയണം. വീട്ടിൽ നിന്ന് ഇറക്കി വിടാനാ? അതെ, രാജലക്ഷ്മിക്ക് ഇഷ്ടപ്പെടുമല്ലോ. ഒരു പക്ഷേങ്കിൽ അത് കൂടുതൽ അപകടത്തിലേക്ക് നിന്ന് ചാടുവെന്ന് പറയണം. അതെന്താ പല്ലവി അങ്ങനെ പറഞ്ഞേ? അത് മറ്റൊന്നുമല്ല സേതുവേട്ടാ, പാറുവായിട്ട് വിശ്വത്തിന് അടുക്കാൻ കൂടുതൽ ചാൻസ് ആവും. വിശ്വത്തിന് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പാറുവിന് അവനോടൊരു സോഫ്റ്റ് കോർണറൊക്കെ തോന്നുന്നു പറയണം. അത് അപകടമാണെന്ന് പറയണം. ഇത് കേട്ടതും സേതു പറഞ്ഞു, എന്തെങ്കിലും ഉടനെ ചെയ്തേ മതിയാവുള്ളൂ എന്നൊക്കെ സേതുവും പറയണം. പിന്നീട് വിശ്വത്ത് പാറുവിനെ കാണാനായിട്ട് വരുവാണ്. അങ്ങനെ അവരെ ബീച്ചിന്റെ അവിടെ വെച്ച് കണ്ടുമുട്ടുവാണ്. ഈ സമയത്ത് വിശ്വത്ത് പറഞ്ഞു, ഞാൻ പാറുവിനെ വിളിച്ച് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനാന്ന് പറയണം. എന്താ വിശ്വം, എന്താ കാര്യം എന്താന്ന് ചോദിക്കാണ്. എന്റെ ചേട്ടൻ ഈ ജന്മത്തിൽ നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാം. അതെന്താ? പുള്ളിക്കാരൻ ഓരോന്നിനു മേലെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, അതുകൊണ്ട് ആ കുടുംബം നന്നാവുമെന്ന് എനിക്ക് തോന്നില്ലെന്ന് പറയണം. ഇത് കേട്ടതും പാർവതി, ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം. ചേട്ടന് കൊടുക്കാൻ പറ്റാവുന്ന ഏറ്റവും നല്ലൊരു ഷോക്ക് തന്നെ കൊടുക്കണമെന്ന് പറയാം. എന്ത് ഷോക്ക്? അതിന് ഞാൻ പാർവതിനെ കല്യാണം കഴിക്കണമെന്ന് പറയാം. എന്നെ കല്യാണം കഴിക്കാനാ? അതെ, പാർവതിനെ കല്യാണം കഴിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. ഞാൻ ഇങ്ങനെ കുറെ ആലോചിച്ചു, എപ്പോഴാണെങ്കിൽ ഒരു പെൺകുട്ടിനെ കല്യാണം കഴിക്കണം. പക്ഷെ ഞാൻ പാർവതിനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ എൻ്റെ ഏട്ടന് ഏറ്റവും വലിയൊരു ഷോക്കായിരിക്കും അത്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷെങ്കിൽ ഏട്ടനെ രക്ഷിക്കാനായിട്ട് എനിക്ക് സാധിക്കുമെന്ന് പറയണം. ഇതേടെ പാറു പറഞ്ഞു, എന്തൊക്കെയാ ഈ പറയണ വിശ്വന്ന് ചോദിക്കണം. അതെ, ഞാൻ നോക്കിയിട്ട് ഇതേ മാറും കാണുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഏട്ടനെ രക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല പാറുവിനെ കല്യാണം കഴിക്കുന്നത്. എനിക്ക് പാറുവിനെ ഇഷ്ടമാണ്.
മുമ്പ് കണ്ടപ്പോൾ പോലെ എനിക്കത് മനസ്സിൽ തോന്നിയ കാര്യമാണ്. പക്ഷെ തുറന്നു പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പാറുവിന്റെ ഇഷ്ടം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ അറിഞ്ഞിട്ടോ മതി എന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ പാർവതി പറഞ്ഞു, അത് പിന്നെ ഞാൻ എന്ത് പറയാനാ വിശ്വം, ഇതിനകത്ത് എനിക്കൊന്നും പറയാനില്ല. എന്റെ വീട്ടുകാരുടെ സമ്മതം അതാണ് എനിക്ക് വേണ്ടത്. എന്റെ അച്ഛനും അമ്മയും സമ്മതിക്കണം ഈ കല്യാണത്തിന്. എങ്കിൽ മാത്രം ഞാൻ ഇനി സമ്മതിക്കത്തുള്ളൂ. എനിക്ക് വിശ്വത്തോട് എതിർപ്പും കാര്യങ്ങളും ഒന്നും ഇല്ല. പക്ഷേങ്കിൽ എന്റെ വീട്ടുകാർ സമ്മതിക്കണം, അവരുടെ അനുമതി എനിക്ക് വേണമെന്ന് പറയണം. ഇത് കേട്ടതും വിശ്വത്തിന് എന്തും മറുപടി പറയണമെന്ന് അറിയത്തില്ല. പിന്നീട് പാർവതി അങ്ങോട്ട് പോകുമ്പോഴത്തേനും വിശ്വം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.